സോ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബേസ് ചെയ്തിട്ടുള്ള സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡെമോ ക്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സിലബസിൽ സെക്കൻഡ് മോഡ്യൂൾ ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് നോക്കിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് പോലെയാണ് തോന്നുന്നത്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറി, ദെൻ മോഡ്യൂൾ 2 മെഷീൻസ്, മോഡ്യൂൾ 3 പവർ സിസ്റ്റം, ദെൻ കൺട്രോൾ സിസ്റ്റം, മോഡ്യൂൾ 4 ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെഷർമെന്റ്സ്, 5th അനലോഗ്, ദെൻ ഡിജിറ്റൽ, ദെൻ കമ്മ്യൂണിക്കേഷൻ. സോ ഫസ്റ്റ് ഒരു 6 ടോപ്പിക്കും വരികയാണെങ്കിൽ ലാസ്റ്റ് ഒരു പവർ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. സോ ഒരു മോഡ്യൂൾ കമ്മ്യൂണിക്കേഷൻ ഒഴിച്ച് നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് സിലബസിൽ കാണുന്നത്. ഓക്കെ, അറിയില്ല, എന്തായാലും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആണ്, PWD ആണ് നമുക്കുള്ളത്. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ സെക്കൻഡ് പോർഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെ ഒരു റീസൺ. നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറി എന്ന് പറയുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സും വരും, മാഗ്നറ്റോസ്റ്റാറ്റിക്സും വരും. ദെൻ ഇത്രയും കാര്യങ്ങൾ. പിന്നെ സിലബസ് നോക്കുകയാണെങ്കിൽ അവസാനം കുറച്ച് മാഗ്നറ്റിക് സർക്യൂട്ട്സിന്റെ കുറച്ച് കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. ബേസിക് ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോസ്റ്റാറ്റിക്സും ആണ് നമുക്ക് ഈ ഒരു പോർഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പോർഷനിലെ ആദ്യത്തെ കുറച്ച് ടോപ്പിക്സ്, ദാറ്റ് മീൻസ് മാക്സ്വെൽസ് ലോ, മാക്സ്വെൽസ് ഇക്വേഷൻ ഫ്രം ഗോസസ് ലോ, ഇന്റഗ്രൽ ഫോം ആൻഡ് ഡിഫറൻഷ്യൽ ഫോം, ആപ്ലിക്കേഷൻസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ ആൻഡ് ബി, ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡെമോ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറിയിൽ ആ ഗോസസ് ലോ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിന്റെ കീഴിൽ വരുന്ന കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ ഒരു PSC എക്സാം ലെവലിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടും ചോദിക്കാം, ഐ മീൻ തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. രണ്ട് തരത്തിലും ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇലക്ട്രിക്കൽ ബേസ് ചെയ്തിട്ട് പറയാനുള്ള ഇലക്ട്രോണിക്സ് ബേസ് ചെയ്ത് എക്സാംസിനെ പറയുകയാണെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാതെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള വൺ വേർഡ് ടൈപ്പ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ബേസ്ഡ് ഓൺ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗോസസ് ലോ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഗോസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് നമുക്ക് ഈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ക്വാണ്ടിറ്റീസിനെ പറ്റി, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ പറ്റി, മാഗ്നറ്റോസ്റ്റാറ്റിക്സിനെ പറ്റിയൊക്കെ നമുക്കൊരു ഐഡിയ തന്നു, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക്സിലെ ഒരു മെയിൻ ഒരു വ്യക്തിയാണ് ഈ ഗോസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം സജസ്റ്റ് ചെയ്ത ഒരു ലോയാണ് നമ്മുടെ ഗോസസ് ലോ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഗോസസ് ലോ നമുക്ക് നോക്കണമല്ലോ. എന്തിനായിരിക്കും ഗോസസ് ലോ എന്ന് പറയുന്നത്? ബേസിക്കലി നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് കൺസിഡർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ഇ എന്ന് പറയുന്ന പാരാമീറ്ററും, രണ്ട് ഡി എന്ന് പറയുന്ന പാരാമീറ്റർ. അപ്പം ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ഇന്റൻസിറ്റിയാണ് ഈ കാണിച്ചിരിക്കുന്ന ഇ എന്ന് പറയുന്നത്. ദെൻ ഡി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ രണ്ട് പാരാമീറ്റേഴ്സ്, ഇലക്ട്രിക് ഫ്ലക്സ് ഇന്റൻസിറ്റി ആൻഡ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി, ഇത് രണ്ട് എന്താണ് ജസ്റ്റ് പെട്ടെന്ന് പറയാം. ക്ലാസ് എടുക്കുമ്പോൾ അതിനൊക്കെ കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ അകത്തേക്ക് ഒരു പോയിന്റ് ചാർജ് നമ്മൾ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ആ ഫീൽഡ് ആ പോയിന്റ് ചാർജിൽ എക്സേർട്ട് ചെയ്യുന്ന ആ ഒരു ഫോഴ്സിനെ അല്ലെങ്കിൽ ആ സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ അകത്ത് നമ്മളൊരു പോയിന്റ് ചാർജ് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ആ പോയിന്റ് ചാർജ് ഫീൽ ചെയ്യുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഡി എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി. ഓക്കെ, എന്താ ഡെൻസിറ്റി? എന്താ ബേസിക്കലി ഒരു യൂണിറ്റ് റീജിയൻ അല്ലെങ്കിൽ യൂണിറ്റ് ഏരിയക്ക് അകത്തിരിക്കുന്ന ആ ഒരു പാരാമീറ്റർ ആണ് നമ്മൾ ഡെൻസിറ്റി എന്നോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി മീൻസ്
യൂണിറ്റ് ഏരിയയിൽ കൂടി പാസ് ചെയ്തു പോകുന്ന ആ ഇലക്ട്രിക് ഫ്ലക്സ് ലൈൻസിന്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി. അതായത് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഡെൻസിറ്റിയാണ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഗോസസ് ലോ എന്ന് പറയുന്നത് ഇ ആൻഡ് ഡി എന്ന് പറയുന്ന രണ്ട് പാരാമീറ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ അൺനോൺ ആയിട്ടിരിക്കുന്ന അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തിയറമാണ്, ലോയാണ് ഗോസസ് ലോ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഗോസസ് എന്നൊക്കെ നോക്കുന്നത് ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഗോസസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് psi through any closed surface is equal to the total charge enclosed by the surface. അപ്പൊ ഈ തിയറട്ടിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ, നമുക്കൊരു കുപ്പി ഉണ്ടെന്ന് വിചാരിക്കാം. ആ കുപ്പിക്കകത്ത് ഫുൾ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ അടപ്പ് തുറന്നിട്ട് കുപ്പി തിരിച്ച് ഐ മീൻ വെള്ളം കളയാന്ന് വിചാരിക്കാം. അപ്പൊ വെളിയിലേക്ക് പോകുന്ന ടോട്ടൽ വെള്ളം എന്ന് പറയുന്നത് എന്തായിരിക്കും? വെളിയിലേക്ക് പോകുന്ന ടോട്ടൽ വെള്ളം വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ദ വെള്ളം ഇൻസൈഡ് ദ ബോട്ടിൽ, അല്ലെ? അപ്പൊ അകത്തുള്ള വെള്ളം മാത്രമേ നമുക്ക് വെളിയിലോട്ട് പോവുള്ളൂ. ആ സെയിം കോൺസെപ്റ്റ് ആണ് ഗോസും പറഞ്ഞത്. അതായത് ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്ലോസ്ഡ് സർഫസിൽ കൂടി വെളിയിലേക്ക് പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ആ സർഫസിന് അകത്തിരിക്കുന്ന ടോട്ടൽ ചാർജിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, മനസ്സിലാക്കുക. ഇപ്പൊ എന്റെ അടുത്തൊരു ബോൾ ഉണ്ട്. ആ ബോളിന്റെ വെളിയിൽ കൂടി ഫ്ലക്സസ് പുറത്തേക്ക് പോവാന്ന് വിചാരിക്കുക. ആ വെളിയിലേക്ക് പോകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ആ ബോളിന്റെ അകത്തിരിക്കുന്ന ടോട്ടൽ ചാർജിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ഗോസ് പറഞ്ഞത്. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഗോസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് through any closed surface is equal to the total charge enclosed by the surface. ഈ ഒരു ക്വസ്റ്റ്യൻ PSCക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗോസസ് ലോ എന്നായിരുന്നു ചോദ്യം. അതിന് കുറെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തു. അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് അതിൽ സ്റ്റേറ്റ്മെന്റ്സ് 4 സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏതായിരുന്നു കറക്റ്റ് എന്നായിരുന്നു ചോദ്യം. സോ ഗോസസ് ലോ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കി വെക്കുക. വെളിയിലേക്ക് പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് അതിന്റെ അകത്തിരിക്കുന്ന ടോട്ടൽ ചാർജിന് ഈക്വൽ ആണ് എന്നാണ് നമ്മുടെ ഗോസസ് ലോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് നമുക്കൊന്ന് മാത്തമാറ്റിക്കലി എങ്ങനെ വരും എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം, ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യാം. എന്താണ് ഈ ഗോഷ്യൻ സർഫസ് എന്ന് വിളിക്കുന്നത്? ഒരു സർഫസിനെ നമുക്ക് മാത്തമാറ്റിക്കലി ആ ഒരു സർഫസ് ക്ലോസ്ഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഓക്കെ, ഒരു സർഫസ് നമ്മുടെ കയ്യിലുണ്ട്. ആ സർഫസ് മാത്തമാറ്റിക്കലി അത് ഒരു ക്ലോസ്ഡ് സർഫസ് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഗോഷ്യൻ സർഫസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ മാത്തമാറ്റിക്കലി നമുക്ക് ഇപ്പൊ എങ്ങനെ എഴുതാൻ സാധിക്കും? എന്തായിരുന്നു? വെളിയിലേക്ക് പോകുന്ന ഫ്ലക്സ് ഈക്വൽ ടോട്ടൽ ചാർജ് അകത്തിരിക്കുന്ന ടോട്ടൽ ചാർജ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ അകത്തിരിക്കുന്ന ചാർജിനെ Q എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ എൻക്ലോസ്ഡ് ചാർജിനെ ഞാൻ Q എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സോ നമ്മുടെ ഡിഫൈൻ ചെയ്ത ലോ വെച്ച് പറയുകയാണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് phi ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്. സോ phi എന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലക്സ്, വെളിയിലേക്ക് വന്ന ഫ്ലക്സിനെയാണ് നമ്മൾ phi കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ചാർജ് എൻക്ലോസ്ഡ് Q എൻക്ലോസ്ഡ്. phi ഈസ് ഈക്വൽ ടു Q enclosed. So total outward flux is equal to charge enclosed എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു പ്രൂഫിലേക്ക് നമുക്ക് ജസ്റ്റ് പോകാം. സോ നമ്മൾ പറഞ്ഞിരിക്കുന്നതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് phi is equal to Q enclosed എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കലി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുമ്പോഴേക്കും ഞാൻ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണ് phi. അപ്പോ ഈ ഫൈനെ ഞാൻ ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്യാൻ പോവാം. phi എന്താ phi എന്ന് പറയുന്നത്? സപ്പോസ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഫിഗർ നോക്കുക. ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ്, ഒരു സ്ഫെറിക്കൽ ആയിട്ടുള്ള സർഫസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ടോട്ടൽ ഫ്ലക്സ് ഔട്ട്സൈഡ് എന്ന് പറയുന്നത് എന്താ? ഈ ഒരു സ്ഫിയറിന്റെ എല്ലാ ഭാഗത്തൂടെ വെളിയിലേക്ക് പോകുന്ന ഫ്ലക്സിനെയാണ് നമ്മൾ phi കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഇത് ഈ ഒരു സർഫസിന്റെ എല്ലാ വശങ്ങളിൽ കൂടെ, എല്ലാ ടോട്ടൽ സർഫസിൽ കൂടി വെളിയിലേക്ക് വന്ന ഫ്ലക്സിനെയാണ് phi എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് കൺസിഡർ ചെയ്യാൻ വേണ്ടി ഞാനിത് ഈ ഒരു പോയിന്റ് എടുക്കുന്നത് വിചാരിക്കും. P എന്ന് പറയുന്ന പോയിന്റ് എടുക്കാണ്. P എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഏരിയ ആണെന്ന് വിചാരിക്കുക. ആ യൂണിറ്റ് ഏരിയയിൽ കൂടി D എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ഫ്ലക്സ് വെളിയിലോട്ട് പോവുകയാണ്. ഓക്കെ, സോ ഒരു P എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടി D എന്ന് പറയുന്ന ഫ്ലക്സ് വെളിയിലോട്ട് പോകുന്നു. ദാറ്റ് മീൻസ് എന്താ? ഫ്ലക്സ് ഡെൻസിറ്റി ആണ് D എന്ന് പറയുന്നത്. സോ എന്താ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് ഫ്ലക്സ് ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ.
ഓക്കെ. സോ ഈ ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടി ഡി എന്ന് പറയുന്ന എമൗണ്ട് ഫ്ലക്സ് വെളിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ സർഫസിൽ കൂടി വെളിയിലേക്ക് പോകുന്ന ഫ്ലക്സിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? സർഫസ് ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ? സോ ആ സർഫസ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴേക്കും ആ കംപ്ലീറ്റ് സർഫസിൽ കൂടി വെളിയിലേക്ക് പോകുന്ന ഫ്ലക്സിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമല്ലോ. ഓക്കെ. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ്. എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുക. ഒന്നുകൂടെ പറയാം. ഇതാണ് നമ്മുടെ ഗോഷ്യൻ സർഫസ്. ആ ഗോഷ്യൻ സർഫസിന്റെ യൂണിറ്റ് ഏരിയയിൽ കൂടി വെളിയിലേക്ക് പോകുന്ന എമൗണ്ട് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്ന ഡി എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ഫ്ലക്സ് ഡെൻസിറ്റി ഡി എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ യൂണിറ്റ് ഏരിയയിൽ കൂടി ഡി പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ ഏരിയയിൽ കൂടി പോകുന്ന ഫ്ലക്സിനെ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? സർഫസ് ഇന്റഗ്രൽ ചെയ്യുക. ഓക്കെ. സോ ക്ലോസ് സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ്. സോ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടി. ഫൈ ഈസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് എന്ന് നമുക്ക് കിട്ടി. ഇനി ഞാൻ നേരെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോവുകയാണ്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ പറയുന്നത്? ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ബോഡി. അപ്പൊ അകത്തിരിക്കുന്ന ടോട്ടൽ ചാർജ് നമ്മൾ എങ്ങനെ കണ്ടെത്തും? അതിനുവേണ്ടിയാണ് നമ്മൾ ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെ സോറി ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു 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 കോൺസെപ്റ്റ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമുക്ക് ഡിഫറൻസ് ഇപ്പോൾ സ്പെറിക്കൽ ചാർജ്, ഒരു സ്പെറിക്കൽ കണ്ടക്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ കണ്ടക്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ സോറി ഒരു സ്പെറിക്കൽ സർഫസ്, അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ സർഫസ്, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സർഫസ്, ഓരോ കണ്ടീഷനിലും നമുക്ക് അതിന്റെ ഡെൻസിറ്റിയെ ഡിഫറെന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഒരു സർഫസ് ആണെങ്കിൽ അത് സർഫസ് ചാർജ് ഡെൻസിറ്റി, അല്ലെങ്കിൽ ഒരു വോളിയം ആണെങ്കിൽ വോളിയം ചാർജ് ഡെൻസിറ്റി എന്നൊക്കെ നമുക്ക് ഡിഫറെന്റ് രീതിയിൽ വിളിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു വോളിയമാണ്, സ്ഫിയർ ആണ് അല്ലെ. അപ്പൊ ഈ വോളിയത്തിനകത്ത് ഞാൻ ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റ്, ഞാൻ ഈ ഒരു പോയിന്റ് ചാർജിന്റെ ഇരിക്കുന്ന റീജിയനെ ഞാനൊരു ഒരു യൂണിറ്റ് ഏരിയ എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. സോ ഇവിടെ ഒരു യൂണിറ്റ് ഏരിയ ഉണ്ട്, ഈ യൂണിറ്റ് വോളിയം ഉണ്ട്. ഈ യൂണിറ്റ് വോളിയത്തിന്റെ അകത്ത് റോ വി എമൗണ്ട് ഓഫ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പൊ ഈ സ്ഫിയറിന്റെ അകത്ത് ഒരു യൂണിറ്റ് വോളിയം ഉണ്ട്. ആ യൂണിറ്റ് വോളിയത്തിന്റെ അകത്തിരിക്കുന്ന നമ്പർ ഓഫ് ചാർജസിനെ ഞാൻ റോ വി എന്ന് ഞാൻ വിളിക്കുകയാണ്. ഓക്കെ. മനസ്സിലായോ? അങ്ങനെയാകുമ്പോൾ ഈ ടോട്ടൽ വോളിയത്തിന്റെ അകത്തിരിക്കുന്ന ചാർജിനെ കണ്ടെത്താൻ എനിക്ക് ഞാൻ എന്ത് ചെയ്യണം? വോളിയം ഇന്റഗ്രൽ ചെയ്താൽ പോരെ? ഇവിടെ പറയാം, ഈ ഒരു സ്ഫിയറിന്റെ അകത്ത് ഞാൻ ഈ ഒരു യൂണിറ്റ് വോളിയം കൺസിഡർ ചെയ്യുകയാണ്. ആ യൂണിറ്റ് വോളിയത്തിന്റെ അകത്തിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ചാർജസിനെ ഞാൻ റോ വി എന്ന് വിളിക്കുകയാണ്. അതാണ് വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ടോട്ടൽ സ്ഫിയറിനകത്തിരിക്കുന്ന ചാർജിനെ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? വോളിയം ഇന്റഗ്രൽ ചെയ്യുക. അപ്പൊ total charge enclosed is equal to volume charge rho v dv. So rho v വോളിയം ചാർജ് ഡെൻസിറ്റിനെ നമ്മൾ വോളിയം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴേക്കും ആ ഒരു കംപ്ലീറ്റ് സ്ഫിയറിന്റെ അകത്ത് എഴുതുന്ന ടോട്ടൽ വോളിയം നമുക്ക് ടോട്ടൽ എമൗണ്ട് ഓഫ് ചാർജ് നമുക്ക് കിട്ടും. ഓക്കെ. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഇൻ ടേംസ് ഓഫ് ഡി, എന്താണ് ഡി എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി. ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ക്യൂവിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് റോ വി, എന്താണ് റോ വി എന്ന് പറയുന്നത്? വോളിയം ചാർജ് ഡെൻസിറ്റി. ഈ രണ്ട് ടേംസിൽ നമ്മൾ ഒന്ന് റീറൈറ്റ് ചെയ്തു. ഓക്കെ. ഇനി ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ക്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ്, അതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ എഴുതുന്നു വോളിയം ഇന്റഗ്രൽ റോ വി ഡി വി എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. സോ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ലോയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി വി ഈക്വൽ ടു റോ വി ഡി വി, വോളിയം ഇന്റഗ്രൽ റോ വി ഡി വി എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. പക്ഷേ നമുക്കിതിനകത്ത് യാതൊരു കമ്പാരിസൺ പോസിബിൾ അല്ല. കാരണം എന്താ? ഇവിടെ സർഫസ് ഇന്റഗ്രൽ ആണ്, ഇവിടെ വോളിയം ഇന്റഗ്രൽ ആണ് അല്ലെ. അപ്പൊ ഈ ഒരു കമ്പാരിസൺ പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പുതിയൊരു തിയറം നമ്മളൊന്ന് കൺസിഡർ ചെയ്യുകയാണ്. അതാണ് ഡൈവേർജൻസ് തിയറം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ. സോ എന്താണ് ഡൈവേർജൻസ് തിയറം? ബേസിക്കലി അതൊരു വെക്ടർ കാൽക്കുലസിൽ വരുന്ന ഒരു തിയറമാണ് ഡൈവേർജൻസ് തിയറം എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക്സിൽ എവിടെയാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ സർഫസ് ഇന്റഗ്രലും വോളിയം ഇന്റഗ്രലും തമ്മിൽ ഒരു കണക്ഷൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് സ്റ്റോക്സ് തിയറവും. അത് വെക്ടർ കാൽക്കുലസിലെ ഒരു തിയറമാണ്. അത് ലൈൻ ഇന്റഗ്രലും സർഫസ് ഇന്റഗ്രലും തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തിയറമാണ് സ്റ്റോക്സ് തിയറം. മാഗ്നറ്റോസ്റ്റാറ്റിക്സ് വരുമ്പോഴേക്കും നമ്മൾ സ്റ്റോക്സ് തിയറം യൂസ് ചെയ്യും. ഇലക്ട്രോസ്റ്റാറ്റിക്സ് വരുമ്പോഴേക്കും നമ്മൾ ഡൈവേർജൻസ് തിയറമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിന്റെ കൂടുതൽ ഡെഫിനിഷനോട്ട് പോകുന്നില്ല, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴേക്കും പറഞ്ഞുതരാം.
സോ ഡൈവേർജൻസ് തിയറം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, സർഫസ് ഇന്റഗ്രലും വോളിയം ഇന്റഗ്രലും തമ്മിൽ ഇക്വേറ്റ് ചെയ്ത ഒരു തിയറമാണ് ഡൈവേർജൻസ് തിയറം എന്ന് വിളിക്കുന്നത്. അത് ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു 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 മാത്ത് ഒരു എന്താ പറയാ ഒരു വെക്ടറിനെ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡെൻസിറ്റി ഒരു ബൗണ്ടറി കൂടി ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ഒക്കെ പോകും എന്നൊക്കെ പറയുന്ന ഒരു തിയറമാണ് ബേസിക്കലി ഡൈവേർജൻസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കറന്റ്ലി വാട്ട് വി വാണ്ട് ഇസ് വി നീഡ് ടു ലിങ്ക് ദാറ്റ് സർഫസ് ഇന്റഗ്രൽ ആൻഡ് വോളിയം ഇന്റഗ്രൽ, റൈറ്റ്? So we are considering the divergence theorem in this course law. So we can say like surface integral d dot ds is equal to വോളിയം ഇന്റഗ്രൽ ഡെൽ ഡോട്ട് ഡി. സോ നമ്മൾ ഈ ഒരു സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസിൽ നമ്മൾ ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു വോളിയം ഇന്റഗ്രൽ ഡെൽ ഡോട്ട് ഡി വി. സോ ഇവിടെ സർഫസ് ഇന്റഗ്രൽ മാറി വോളിയം ഇന്റഗ്രൽ ഡെൽ ഡോട്ട് ഡി ഡി വി എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. സോ ഈ സർഫസ് ഇന്റഗ്രലിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് വോളിയം ഇന്റഗ്രലിലേക്ക് എഴുതുകയാണ്. ഏത് ലോ യൂസ് ചെയ്തുകൊണ്ട്? ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്തുകൊണ്ട് എഴുതുകയാണ്. ഓക്കെ, സോ മനസ്സിലാക്കുക, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോഴേക്ക് നമുക്ക് എഴുതാൻ സാധിക്കും സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു വോളിയം ഇന്റഗ്രൽ ഡെൽ ഡോട്ട് ഡി വി എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഡെൽ ഡോട്ട് ഡി എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ മാത്തമാറ്റിക്സ് വെക്ടർ കാൽക്കുലസ് ഒക്കെ നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് ഡെൽ ഡോട്ട് ഡി എന്ന് പറയുന്നത്? ഡൈവേർജൻസ് ഓഫ് ഡി, അല്ലെങ്കിൽ ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ ആണ് ഡെൽ ഡോട്ട് ഡി എന്ന് വിളിക്കുന്നത്. ഡെൽ സപ്പോസ് ഒരു ഡി എന്ന് പറയുന്ന ഒരു വെക്ടർ ആണെന്ന് വിചാരിക്കുക. ഡെൽ ഐ മീൻ ഡെൽ ഡി എന്ന് പറയുന്നത് എന്താണ്? അത് ഗ്രേഡിയന്റ് ആണ്. ഡെൽ ക്രോസ് ഡി ആണ് എന്താ? ഒരു കേൾ ഓപ്പറേഷൻ ആണ് വരുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ഡിഫറെന്റ് ഡെൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പല ഓപ്പറേഷൻസ് ഉണ്ട്. ഗ്രേഡിയന്റ് ഓപ്പറേഷൻ ഉണ്ട്, ഡൈവർജൻസ് ഓപ്പറേഷൻ ഉണ്ട്, ദെൻ കേൾ ഓപ്പറേഷൻ ഉണ്ട്, അങ്ങനെ പല ഓപ്പറേഷൻസ് ഉണ്ട്. സോ ഡൈവർജൻസ് തിയറി വരുമ്പോഴേക്കും ഡോട്ട് പ്രൊഡക്റ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ദാറ്റ് മീൻസ് ഡെൽ ഡോട്ട് ഡി ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ നമുക്ക് ഈ സർഫസ് ഇന്റഗ്രലിനെ ഇൻ ടേംസ് ഓഫ് വോളിയം ഇന്റഗ്രലിലോട്ട് മാറ്റി. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനും റൈറ്റ് ഹാൻഡ് സൈഡും തമ്മിൽ കമ്പയർ ചെയ്യാലോ. ഈ വോളിയം ഇന്റഗ്രൽ ഡെൽ ഡോട്ട് ഡി വിയും വോളിയം ഇന്റഗ്രൽ റോ വി ഡി വിയും നമുക്ക് കമ്പയർ ചെയ്യാലോ. കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാൻ സാധിക്കും? സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് റോ വി ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡി. അപ്പൊ റോ വി എന്ന് പറയുന്നത് എന്താണ്? വോളിയം ചാർജ് ഡെൻസിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡി. സോ ഡെൽ ഡോട്ട് ഡി, ഡൈവേർജൻസ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു total charge enclosed by the body. So divergence of a വെക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഒരു അതിനെ ഫിസിക്കലായിട്ട് നമ്മൾ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബൗണ്ടറിയിൽ കൂടി അകത്തേക്കോ പുറത്തോട്ടോ പോകുന്ന ഒരു ഫ്ലക്സിന് ഒരു പാരാമീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ഡൈവർജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? ഡെൽ ഡോട്ട് ഡി മീൻസ് ഇപ്പോ വെളിയിലേക്ക് പോകുന്ന ഫ്ലക്സ്, ഡൈവർജൻസ് വെളിയിലേക്ക് പോകുന്ന ഫ്ലക്സ് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു അകത്തിരിക്കുന്ന ടോട്ടൽ ചാർജ് ഇൻ ദ വോളിയം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതാണല്ലോ നമ്മൾ തൊട്ടുമുമ്പ് അതിന്റെ ഡെഫിനിഷനായിട്ട് ഗോസ്ലോയുടെ ഡെഫിനിഷനായിട്ട് പറഞ്ഞത്. സോ അകത്തിരിക്കുന്ന ഫ്ലക്സ് ഇസ് ഈക്വൽ ടു വെളിയിലേക്ക് പോകുന്ന അകത്തിരിക്കുന്ന ചാർജ് ഇസ് ഈക്വൽ ടു വെളിയിലേക്ക് പോകുന്ന ടോട്ടൽ ഫ്ലക്സിന് ഈക്വൽ ആണെന്നാണ് നമ്മൾ പറയുന്നത്. ഇതാണ് ഗോസസിന്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ഗോസസിന്റെ പല ഇക്വേഷൻസ് ഒക്കെ ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുണ്ട്. ദെൻ മറ്റൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് മാക്സ്വെൽസിന്റെ ഫസ്റ്റ് ഇക്വേഷൻ എവിടെ നിന്നാണ് നമ്മൾ ജനറേറ്റ് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്ത് വരുന്നത്? എവിടെ നിന്നാണ് വരുന്നത്? ഗോസ് ലോ എന്ന് പറയുന്ന അടിസ്ഥാന തത്വത്തിൽ നിന്നാണ് നമ്മൾ മാക്സ്വെൽസിന്റെ ഫസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇതാണ് മാക്സ്വെൽസിന്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വോളിയം ചാർജ് ഡെൻസിറ്റി ഈസ് ദ സെയിം ആസ് ദ ഡൈവേർജൻസ് ഓഫ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി. മനസ്സിലാക്കി വെക്കുക, നമുക്ക് പല പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ഓപ്ഷൻ വരുവാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് നോക്കുക. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണോ തന്നിരിക്കുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണോ തന്നിരിക്കുന്നത്, വോളിയം ചാർജ് ഡെൻസിറ്റി ആണോ തന്നിരിക്കുന്നത്, അങ്ങനെ അല്ലെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണോ തന്നിരിക്കുന്നത്, കൃത്യമായിട്ട് നോക്കാം. അപ്പൊ ഒരു ഡെഫിനേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വോളിയം ചാർജ് ഡെൻസിറ്റി ഈക്വൽ ടു ബ്ലാ ബ്ലാ എന്ന് പറയുകയാണെങ്കിൽ ഏതൊക്കെ വോളിയം ചാർജ് ആണോ, സർഫസ് ചാർജ് ആണോ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണോ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണോ, എന്നൊക്കെ പ്രോപ്പർ ആയിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ഗോസ് ലോ ആണ്. ഗോസ് ലോ എന്ന് പറയുന്നത് വെളിയിലേക്ക് പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് അതിന്റെ അകത്തിരിക്കുന്ന ടോട്ടൽ ചാർജ് ഈക്വൽ ആണെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഗോസ് ലോ തന്നെ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ക്ലാസ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയൊക്കെയാണ്? ഒന്ന് ഇന്റഗ്രൽ ഫോമും രണ്ട് ഡിഫറൻഷ്യൽ ഫോമും എഴുതാൻ സാധിക്കും. ഇന്റഗ്രൽ ഫോം ഏതാണ്? ഇതാണ് ഇന്റഗ്രൽ ഫോം.
എല്ലാം ഇന്റഗ്രേഷൻ ഇൻ ടേംസ് ഓഫ് ഇന്റഗ്രൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഇന്റഗ്രൽ ഫോം എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ എഴുതി വെച്ചത് സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി ഈക്വൽ ടു റോ വി ഡി വി, വോളിയം ഇന്റഗ്രൽ റോ വി ഡി വി. ഇതിന്റെ തന്നെ ഒരു മറ്റൊരു ഫോം ആണല്ലോ ഇത്. നമ്മൾ ഡൈവേർജൻസ് തിയറം ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വന്ന തിയറം ആണല്ലോ ഇതെന്ന് പറയുന്നത്. സോ റോ വി ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡി. ഡെൽ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഒരു ഡിഫറൻസിയേഷന്റെ ഒരു ഫോമാണ് ഡെൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്റഗ്രൽ ഫോം ഉണ്ട്, ഡിഫറൻഷ്യൽ ഫോം ഉണ്ട്, മനസ്സിലാക്കി വെക്കുക. കാരണം ഓപ്ഷൻ ഏതോ പരീക്ഷയ്ക്ക്, അത് ഏതോ റെയിൽവേ അങ്ങനത്തെ എന്തോ ഒരു എക്സാം ഏതാണ് ഞാൻ ഓർക്കുന്നില്ല, അതില് ഇതുപോലെ ഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിഫറൻഷ്യൽ ഫോം സംതിങ്, ഡിഫറൻഷ്യൽ ഫോം ഇന്റഗ്രൽ ഫോം ഏതാണ് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. സോ രണ്ട് ഫോം മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ഡെറിവേഷനിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇതാണ് ഇന്റഗ്രൽ ഫോം, ഇതാണ് ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയുന്നുണ്ട്. അല്ല, ഡിറൈവ് ചെയ്ത് വരുന്നുണ്ട്, അതുകൊണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, രണ്ട് ഫോമുകൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇ ആൻഡ് ഡി, അതായത് ഇലക്ട്രിക് ഫ്ലക്സ് ഇന്റൻസിറ്റി ആൻഡ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് പറയുണ്ടായി അല്ലെ. ഇനി അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തൊരു ഫിഗറിനെ നോക്കുക. ഒരു പോയിന്റ് ചാർജ് ക്യൂ എന്നൊരു പോയിന്റ് ചാർജ് ഇരിക്കുകയാണ്. ഡി എന്ന് പറയുന്ന ഫ്ലക്സ് പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടി വെളിയിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇതൊരു ഒരു 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 സ്ഫിയർ ആയതുകൊണ്ട് തന്നെ ഈ ഇവിടെ നോക്കുക, ഈ ഒരു ഇക്വേഷൻ നോക്കുക. ഞാൻ ഇൻ ടേംസ് ഓഫ് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങൾക്ക് പഠിക്കാനില്ല സിലബസിൽ, പഠിക്കാൻ ഇല്ല, നമുക്ക് സിലബസിൽ പഠിക്കാനല്ല, ജസ്റ്റ് സംശയമുള്ളവര് വെക്ടർ കാൽക്കുലസിന്റെ പോർഷൻ ഇപ്പോൾ സാധിക്കും, ഇലക്ട്രോമാഗ്നറ്റിക്സ് ആണെങ്കിൽ സാധിക്കുവിന്റെ ടെസ്റ്റ് ആണ് ഉള്ളത്. അതിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് വെക്ടർ കാൽക്കുലസ് ഒക്കെ ഉണ്ട്. കോർഡിനേറ്റ് സിസ്റ്റം കൺഫ്യൂഷൻ ഉള്ളവർ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ പറഞ്ഞത് എന്താ, ഓക്കെ, ഇൻ ടേംസ് ഓഫ് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഡിനെ റെപ്രസെന്റ് ചെയ്യുക. എ ആർ എന്ന് പറയുന്നത് എന്താ, അതൊരു യൂണിറ്റ് വെക്ടർ ആണ്. അതായത് നമുക്കൊരു വെക്ടർ ഉണ്ടെങ്കിൽ ആ വെക്ടറിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് യൂണിറ്റ് വെക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. സോ ഡി എന്ന് പറയുന്നതിന് ഞാൻ ഡി ആർ എ ആർ എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഗോസ് ലോ ഈ ഒരു സർഫസിലേക്ക് ഗോസ് ലോ അപ്ലൈ ചെയ്യാം. എന്താ ഗോസ് ലോ പറഞ്ഞത്, Q is equal to സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ആണ് നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പറഞ്ഞത്. അപ്പൊ ഈ ഡിനെ നമുക്ക് ഇപ്പൊ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്ന റീപ്ലേസ് ചെയ്യാലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ആർ സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ്. സോ എഫക്റ്റീവ്ലി ഡി ആർ ഇൻറ്റു സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ്. ഈ ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് എന്താ, ടോട്ടൽ സർഫസ് ഏരിയ അല്ലേ. ഒരു സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്, 4πr² ആണ്. സോ ഡി ആർ 4πr². സോ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ബോഡി Q is equal to dr 4πr² എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ഡി കണ്ടെത്താൻ സാധിക്കും അല്ലെ. നമുക്ക് ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ചാർജ് എൻക്ലോസ് തന്നിട്ടുണ്ട്, ക്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം വരികയാണ്. ഒരു പോയിന്റ് ചാർജ് ഇരിക്കുകയാണ്, അതിന് അകത്തിരിക്കുന്ന ടോട്ടൽ ഇത്രയും ചാർജ് ക്യൂ ഈക്വൽ ടു സംതിങ് എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടെത്താൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുമില്ല, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഡി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ 4πr². സോ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടും, ഡി ഈസ് ഈക്വൽ ടു Q by 4πr². ഞാൻ ഒറ്റ കാര്യം മാത്രം ഓർത്ത് വെക്കേണ്ട കാര്യമുള്ളൂ, ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ, ആ സ്ഫിയറിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡയറക്റ്റ് ഡി കണ്ടെത്താൻ സാധിക്കും. സപ്പോസ് നെക്സ്റ്റ് ചോദ്യം നിങ്ങളോട് പറയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടെത്താൻ പറയുകയാണ്. അപ്പൊ എങ്ങനെ കണ്ടെത്തും, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡി കണ്ടെത്താൻ സാധിക്കും. ഇപ്പൊ ഡി കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. Q സിക്കൽ സർഫസിന്റെ ഡി ഡോട്ട് ഡി എസ് ആണ്. ഡിനെ നമ്മൾ ഇന്റഗ്രലിന്റെ വെളിയിലോട്ട് എടുക്കുന്നു. സോ ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ്, ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ, സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത് 4πr² ആണ്. സോ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ബോഡി ഈസ് ഈക്വൽ ടു എന്താണ്, ഡി ഇൻറ്റു 4πr². ഇനി മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, എന്താ, ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ക്ലാസ് പിന്നീട് സംസാരിക്കാം. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഡി ആൻഡ് ഇനെ റിലേറ്റ് ചെയ്ത ഒരു ഇക്വേഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. സോ ഞാൻ ഈ ഒരു Q ഡിവൈഡ് ബൈ 4πr² ഇൻറ്റു എപ്സിലോൺ, എപ്സിലോൺ എന്താ, പെർമിറ്റിവിറ്റിയാണ് നമ്മൾ എപ്സിലോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർമിറ്റിവിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്ന ആയിരിക്കും ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. സോ നമുക്ക് Q എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉണ്ടെങ്കിൽ, ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ബോഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇ ആൻഡ് ഡി കണ്ടെത്താൻ സാധിക്കും യൂസിങ് ഏതാണ്, യൂസിങ് ഗോസസ് ലോ. അത്രയും സിമ്പിൾ ആണ് ഗോസസ് ലോയുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കേണ്ട കാര്യമൊന്നും വരത്തില്ല. സോ ഡി ഈസ് ഈക്വൽ ടു Q by 4πr². സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു എപ്സിലോൺ
ഇൻറ്റു ഇ ആണ്, ഡി ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഇ ആണ്. സോറി, നേരത്തെ ഡെറിവേഷനിൽ മിസ്റ്റേക്ക്, ഇ ഇസ് ഈക്വൽ ടു എന്ത് വരും, ഡി ബൈ എപ്സിലോൺ ആണ് വരുന്നത്. സോ 2 ഡിവൈഡ് ബൈ 4πr² ഇൻറ്റു എപ്സിലോൺ, ഡിനോമിനേറ്ററിന്റെ പോർഷനിലാണ് എപ്സിലോൺ വരുന്നത്. സോ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഡി ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു ഇ എന്ന് പറയുന്ന റിലേഷൻഷിപ്പിൽ നിന്നും നമുക്ക് ഇ എന്ന് പറയുന്ന പാരാമീറ്റർ, ഒരു ക്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഇ എന്ന് പറയുന്ന പാരാമീറ്റർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് ചാർജിന്റെ കേസ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കൊരു ഒരു ഒരു സിലിണ്ടറിക്കൽ കണ്ടക്ടർ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ലൈൻ ചാർജ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കാം, ഈ ഒരു ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ എന്നാണ് നമ്മൾ ഒരു ലൈൻ ചാർജ് എന്ന് ഉദ്ദേശിക്കുകയാണ്. അതിന് നമ്മൾ ഒരു ഗോഷ്യൻ സർഫസ്, ഇവിടെ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ഗോഷ്യൻ സർഫസ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഈ ഒരു സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസിൽ നമുക്ക് എങ്ങനെ നമുക്ക് ഡി അല്ലെങ്കിൽ ഇ കണ്ടെത്താൻ പറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സിമിലർലി സിലിണ്ടറിക്കൽ കണ്ടക്ടർ ആണ്. സിലിണ്ടറിക്കൽ കണ്ടക്ടർ കൊണ്ട് തന്നെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ റെപ്രസെന്റ് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടി ഇസ് ഈക്വൽ ടു ഡീറോ എയറോ നമ്മൾ കാണിച്ചിരിക്കുന്നത്. So again we are going back to Gauss's law. Gauss's law states that Q is equal to surface integral d dot ds. Again d നമ്മൾ d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡി വെളിയിലോട്ട് എടുക്കുന്നു. സോ ഡി റോ സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ്. സോ ഒരു സിലിണ്ടറിന്റെ സർഫസ് ഏരിയ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും നോക്കുക. ഈ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് സിലിണ്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ റോ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ 2π റോ എൽ എന്ന് പറയുന്നതാണ് ഈ സിലിണ്ടറിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. 2π റോ എൽ. സോ ഡി ആർ ഇൻറ്റു 2π റോ എൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ബോഡി കിട്ടും. സോ എങ്ങനെ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടെത്താൻ സാധിക്കും? സോ ഡി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 2πr എന്ന് എഴുതാൻ സാധിക്കും. സോ എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടെത്താൻ സാധിക്കും? ഈ ഡി ഡിവൈഡഡ് ബൈ എപ്സിലോൺ എഴുതുമ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും കൂടെ കണ്ടെത്താൻ സാധിക്കും, അല്ലെ? അപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഡി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 2π റോയൽ എന്ന് എഴുതാൻ സാധിക്കും. ഇതിനെ ഡിവൈഡഡ് ബൈ ഒരു എപ്സിലോൺ കൂടെ ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഇ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ കൂടെ നമുക്ക് ലഭിക്കും. സോ അങ്ങനെയാണ് നമുക്ക് ഗോസസ് ലോ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി കണ്ടെത്താമെന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ലോയിൽ നിന്ന് തന്നെ ഒരു തിയറട്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഐ മീൻ അതിന്റെ ഡെഫിനിഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ അതിന്റെ ഇന്റഗ്രൽ ആൻഡ് ഡിഫറൻഷ്യൽ ഫോമിന്റെ തിയറട്ടിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. അതിനുശേഷം ഇത് ഇൻഫിനിറ്റ് ലൈൻ കണ്ടക്ടർ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ സ്ഫിയർ അല്ലെങ്കിൽ പോയിന്റ് ചാർജ് പോലുള്ള എക്സാമ്പിൾസിൽ നിന്നും അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ബേസിക്കലി. വളരെ സിമ്പിൾ ആണ്. നമുക്ക് തന്നിരിക്കുന്ന സർഫസിന് കണ്ടക്ടർ ആണോ, ഐ മീൻ സിലിണ്ടർ ആണോ, സ്ഫിയർ ആണോ, പോയിന്റ് ചാർജ് ആണോ, ഏതാണെന്ന് അറിയാമെങ്കിൽ അതിന്റെ ഒരു സർഫസ് ഏരിയയുടെ ഇക്വേഷൻ കൂടി അറിയാമെങ്കിൽ നമുക്ക് ഭയങ്കര ലളിതമായിട്ട് തന്നെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നതാണ് ഈ ഗോസസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഗോസസ് ലോ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, അതിന്റെ പ്രൂഫ് എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇത് ഒരു 2-3 പ്രൂഫും കൂടെ ഉണ്ട്, ടെക്സ്റ്റിലൊക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് നമുക്ക് ക്ലാസിന്റെ സമയത്ത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇനി ജസ്റ്റ് ഒരു ടോപ്പിക് കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ഇതിന്റെ ബേസിൽ നമുക്ക് പറയാൻ സാധിക്കും. ഈ ഫിഗർ നോക്കുക. ഓക്കെ, ഈ ഫിഗർ എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റും ഉണ്ട്, ഒരു ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫ്ലക്സും ഉണ്ട്. ഓക്കെ, ഈ ഒരു ഇലക്ട്രിക് ഫ്ലക്സിൽ എനിക്ക് എ മുതൽ ബി എന്ന് പറയുന്ന പോയിന്റ് വരെ എയിൽ ഒരു പോയിന്റ് ചാർജ് ഇരിക്കാന്ന് വിചാരിക്കാം. ഒരു പോയിന്റ് ചാർജിനെ എനിക്ക് ഈ ഒരു പാത്തിൽ കൂടി ബി വരെ എത്തിക്കണം എന്ന് നമ്മൾ വിചാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ, ഈ ഒരു ഫ്ലക്സിൽ കൂടി, ഈ എന്ന് പറയുന്ന ഫ്ലക്സിൽ കൂടി പോയിന്റ് ചാർജ് മൂവ് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് ആ ഒരു പോയിന്റ് ചാർജിൽ ഒരു ഫോഴ്സ് ആ ഒരു പോയിന്റ് ചാർജിൽ ഫീൽ ചെയ്യുമല്ലോ. ആ ഫീൽ ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് കുളം ലോയുടെ അടിസ്ഥാനത്തിൽ എഴുതാൻ സാധിക്കും. എഫ് ഇസിക്കൽ ടു ക്യൂ ഇൻറ്റു ഇ എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ഒരു പോയിന്റ് ചാർജ് ഈ ഒരു ഫ്ലക്സിൽ കൂടി, ഇ എന്ന് പറയുന്ന ഫ്ലക്സിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ഒരു ഫോഴ്സ് ഫീൽ ചെയ്യും. ആ ഫോഴ്സ് ഇൻ ടേംസ് ഓഫ് കുളംസ് ലോ നമുക്ക് എഴുതാൻ സാധിക്കും. ഫോഴ്സ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും.
ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും എ മുതൽ ബി വരെ പോകുമ്പോഴേക്കും ഒരു വർക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു പോയിന്റ് ചാർജ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ചാർജിന് ആ ഫ്ലെക്സിൽ കൂടി മൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലെ. അപ്പോൾ എ മുതൽ ബി വരെ ഈ ഒരു പോയിന്റ് ചാർജ് മൂവ് ചെയ്യണമെങ്കിൽ ഒരു certain എമൗണ്ട് ഓഫ് വർക്ക് ക്യാരി ഔട്ട് ചെയ്താൽ മാത്രമേ എയിൽ നിന്ന് ബിയിലേക്ക് എത്തത്തുള്ളൂ. അപ്പം ആ ടോട്ടൽ വർക്ക് ഡൺ കണ്ടെത്തണം നമുക്ക്. അതിനു മുമ്പ് ആ ടോട്ടൽ വർക്ക് കണ്ടെത്താൻ വേണ്ടി ഞാൻ അതിനെ ഫ്രാഗ്മെന്റ് ചെയ്യാണ്. ഞാൻ ഈ ഒരു ഡി എൽ എന്ന് പറയുന്ന ഈ കാണിച്ചിരിക്കുന്ന ഈ സ്മോൾ റീജിയനിൽ എത്രമാത്രം വർക്ക് ഡൺ വേണ്ടി വരുന്നു ഞാൻ നോക്കുകയാണ്. ഓക്കെ. സോ ആ ഒരു സ്മോൾ വർക്ക് ഡണ്ണിനെ ഞാൻ ഡി ഡബ്ല്യു എന്ന് ഞാൻ വിളിക്കുകയാണ്. സോ ഈ എന്താണ് ഡി ഡബ്ല്യു എന്ന് പറയുന്നത്? ഈ ഡി എൽ എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ മൂവ് ചെയ്യാൻ വേണ്ടി എത്രമാത്രം വർക്ക് ഡൺ വേണ്ടി വരുന്നതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഡി എൽ. ഓക്കെ. എഫ് എന്ന് പറയുന്നത് എന്താ? ആ ഒരു ഫീൽ ചെയ്യുന്ന ഫോഴ്സിനാണ് എഫ് എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഡി എൽ. എഫ് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? ക്യൂ ഇൻറ്റു ഇ. സോ മൈനസ് ക്യൂ ഇ ഡി എൽ ആണ് ഈ ഒരു ഡി എൽ എന്ന് പറയുന്ന റീജിയനിൽ വേണ്ടി വരുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഡി എൽ എന്ന് പറയുന്ന റീജിയനിൽ കൂടി മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു ഇ. അപ്പൊ ഈ നെഗറ്റീവ് സൈൻ എന്താ? ഈ നെഗറ്റീവ് സൈൻ എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു എക്സ്റ്റേണൽ ഏജന്റ് ആണല്ലോ ഈ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ഈ ഇലക്ട്രിക് ഫീൽഡിൽ. അപ്പൊ ആ ഒരു എക്സ്റ്റേണൽ ഏജന്റ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൂടി പോയിന്റ് ചാർജ് മൂവ് ചെയ്യുമ്പോൾ അതിന് വർക്ക് ഡൺ എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ചാർജ് അല്ലെങ്കിൽ പുറത്തു നിന്നൊരു ഒരു പാരാമീറ്റർ എക്സേർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു 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 സിമ്പിൾ സൈൻ നമുക്ക് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ടോട്ടൽ അപ്പോൾ ആ ഒരു ഡിഫറൻഷ്യൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് മൈനസ് ക്യൂ ഇ ഇൻറ്റു ഡി എൽ ആണ്. അങ്ങനെ ടോട്ടൽ വർക്ക് ഡൺ, അതായത് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എ മുതൽ ബി വരെ പോകാൻ വേണ്ടിയുള്ള വർക്ക് ഡണ്ണിനാണ് നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ആ ടോട്ടൽ വർക്ക് ഡൺ കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ എടുക്കാം. സോ മൈനസ് ക്യൂ ഇന്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ. സോ ടോട്ടൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ ഇന്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ. ഇപ്പം എ മുതൽ ബി വരെ നമ്മുടെ പോയിന്റ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി വരുന്ന ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് മൈനസ് ക്യൂ ഇന്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ കിട്ടി അല്ലെ. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കാം. എന്താ പൊട്ടൻഷ്യൽ എനർജി? അപ്പോൾ എന്താണ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ചാർജിനെ എയിൽ നിന്ന് ബി വരെ എത്തിക്കാൻ വേണ്ടി വരുന്ന ആ ഒരു വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഒരൊറ്റ പോയിന്റ് ചാർജിനെ എ മുതൽ ബി വരെ അല്ലെങ്കിൽ ഒരു പോയിന്റ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന ടോട്ടൽ വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എപ്പോഴും പൊട്ടൻഷ്യൽ എനർജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി ക്യാൻ ഗിവൺ ആസ് എ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്. ഓക്കെ. സോ പൊട്ടൻഷ്യൽ എനർജി എന്താ? ഗിവൺ ആസ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്. സോ ടോട്ടൽ വർക്ക് ഡൺ ഉണ്ട്. സോ ഈ ക്യൂവിനെ എനിക്ക് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് പറയാൻ സാധിക്കും? വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ എന്നൊക്കെ പറയാൻ സാധിക്കും. സോ വർക്ക് ഡൺ പെർ പോയിന്റ് ചാർജ് അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എ ടു ബി മീൻസ് എ മുതൽ ബി വരെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ. സോ വി എ ബി ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ഇസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ എന്ന് എനിക്ക് വിളിക്കാൻ സാധിക്കും. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇപ്പൊ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്? ഒരു പോയിന്റ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ അകത്ത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ എന്താ പൊട്ടൻഷ്യൽ എനർജി വിളിക്കുന്നത്? ഒരു പോയിന്റ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന ടോട്ടൽ വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് മൈനസ് ഇന്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. എന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾസ് പെർ കുളം അല്ലാതെ വർക്ക് ജൂൾ പെർ കുളം ചാർജ്, ജൂൾ പെർ കുളം അല്ലെങ്കിൽ വോൾട്ട്. ഈ രണ്ട് യൂണിറ്റ് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വോൾട്ട് ആണ്. ദെൻ ജൂൾ പെർ കുളം എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. ഓക്കെ. ഇനി ഒരു ചെറിയൊരു റിലേഷൻഷിപ്പും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കുക. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ചാർജ് മൂവ് ചെയ്ത് ബിയിൽ എത്തുകയാണ്. ദെൻ ബിയിൽ നിന്ന് ഈ ഒരു പാത്തിൽ കൂടി റീട്രേസ് ചെയ്ത് എ എത്തുകയാണ്. അപ്പൊ
ഇതിനെ ഈ ഒരു എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ഞാൻ വി എ ബി എന്നൊരു പൊട്ടൻഷ്യൽ എനർജി ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഈ ബിയിൽ നിന്ന് ഈ ഒരു പാത്തിൽ കൂടി ഇങ്ങോട്ട് എത്തുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണല്ലോ. സോ മൈനസ് വി ബി എ എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് പാത്തിലെ പൊട്ടൻഷ്യൽ എനർജി വി എ ബി എന്നും സെക്കൻഡ് പാർട്ടിലെ മൈനസ് വി ബി എ എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യാണ് അല്ലെ. അപ്പൊ ഞാൻ നേരെ ഈ വി ബി എ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയത്. സോ വി എ ബി പ്ലസ് വി ബി എ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കുമല്ലോ, സ്വാഭാവികമാണ്. സോ വി എ ഇത് എ ടു ബി വി എ ബിയിൽ നിന്ന് ബി ടു എന് ഞാൻ മൈനസ് വി ബി എ എന്ന് ഞാൻ എടുക്കുകയാണ്. റീഅറേഞ്ച് ചെയ്യുമ്പോഴേക്കും എനിക്ക് കിട്ടും വി എ ബി പ്ലസ് വി ബി എ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണല്ലോ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താ, നമ്മൾ ഓൾറെഡി പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. മൈനസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. സോ ലൈൻ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. സോ വി എ ബി പ്ലസ് വി ബി എ ഇസ് ഈക്വൽ ടു ലൈൻ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 0. അതായത് എന്താ, ഈ ഒരു ടോട്ടൽ വി എ ബി പ്ലസ് വി ബി എ ഈക്വൽ ടു 0 മീൻസ് അതിന്റെ അർത്ഥം എന്താണ്, ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വർക്ക് പെർ ചാർജ് ആണ്. ചാർജിന്റെ വാല്യൂ ഒരിക്കലും 0 ആകത്തില്ല അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആകത്തില്ല. അല്ലെങ്കിൽ അവിടെ ഉണ്ടാവണം ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന ഡബ്ല്യൂയുടെ വാല്യൂ 0 ആയിരിക്കണം. അതിന്റെ അർത്ഥം എന്താണ്, ടോട്ടൽ വർക്ക് ഡൺ. ഒരു ക്ലോസ്ഡ് പാത്തിൽ ഒരു ചാർജ് മൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന്റെ അകത്ത് ഒരു പോയിന്റ് ചാർജ് ഒരു ക്ലോസ്ഡ് പാത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ ഒരു ക്ലോസ്ഡ് പാത്തിൽ ഒരു പോയിന്റ് ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ വേണ്ടി വരുന്ന ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 0. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഓർത്ത് വെക്കുക. നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്, ഫസ്റ്റ് ഒരു ഡയറക്ഷൻ എടുത്തിട്ട് ദെൻ റിവേഴ്സ് ഡയറക്ഷൻ എടുത്തിട്ട് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുന്നത്. ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇ ഡോട്ട് ഡി എൽ ആണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. 0 മീൻസ് വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. സോ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ ഒരു ക്ലോസ്ഡ് പാത്തിൽ നമ്മുടെ പോയിന്റ് ചാർജ് മൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഫീൽ ചെയ്യുന്ന ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 0. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് ഞാൻ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന് ഞാൻ സ്റ്റോക്സ് തിയറം, ഞാൻ തൊട്ട് സ്റ്റോക്സ് തിയറത്തിന്റെ കഥ പറഞ്ഞായിരുന്നല്ലോ. നമ്മൾ ലൈൻ ഇന്റഗ്രലും സർഫസ് ഇന്റഗ്രലും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ലോയാണ്, തിയറമാണ് സ്റ്റോക്സ് തിയറം എന്ന് വിളിക്കുന്നത്. സോ ലൈൻ ഇന്റഗ്രലിൽ ഞാൻ മാറ്റി എഴുതുമ്പോഴേക്കും സർഫസ് ഇന്റഗ്രൽ ഡെൽ ക്രോസ് ഇ എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും യൂസിങ് സ്റ്റോക്സ് തിയറം. സ്റ്റോക്സ് തിയറം എന്ന് പറയുന്ന ഒരു റൊട്ടേറ്റിംഗ് വെക്ടറിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ വെക്ടർ കാൽക്കുലസിൽ പറയുന്ന ഒരു തിയറമാണ് നമ്മൾ സ്റ്റോക്സ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, സോ സർഫസ് ഇന്റഗ്രൽ ഡെൽ ക്രോസ് ഈക്വൽ ടു 0, കാരണം ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0 നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ദാറ്റ് മീൻസ് ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്താണ്, ദാറ്റ് മീൻസ് ഡെൽ ക്രോസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഇതിന്റെ ഇൻഫറൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്കൊരു കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും ഡെൽ ക്രോസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബേസിക്കലി ഒരു ക്രോസ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു റൊട്ടേറ്റിംഗ് വെക്ടറിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു പോയിന്റ് ആണ് പറയുന്നത് റൊട്ടേറ്റിംഗ് വെക്ടർ ആണ്. ദാറ്റ് മീൻസ് കേൾ ഓഫ് ഇ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് 0 എന്ന് പറയുന്നത് അതൊരു ഇറൊട്ടേഷണൽ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. അത് കേളിന്റെ ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക. കേളിന്റെ ഡെഫിനേഷൻ റൊട്ടേറ്റിംഗ് വെക്ടർ 0 കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷനാണ് നമ്മൾ സ്റ്റോക്സ് തിയറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു അല്ലെങ്കിൽ ഡെൽ ക്രോസ് എ വെക്ടർ ഈക്വൽ ടു 0 എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഒരു ഇറൊട്ടേഷണൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ കൺസർവേറ്റീവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു ഇക്വേഷനിന്റെ ഒരു കൺക്ലൂഷൻ ആണ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കൺസർവേറ്റീവ് ഇൻ നേച്ചർ എന്ന് പറയാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് കൺസർവേറ്റീവ് ഇൻ നേച്ചർ. ദാറ്റ് മീൻസ് അവിടെ വർക്ക് ഡൺ 0 ആയിരിക്കും, അത് ഇറട്ടേഷണൽ വെക്ടർ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് കൺസർവേറ്റീവ് ഇൻ നേച്ചർ എന്ന് പറയാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഇൻ നേച്ചർ. അത് പറയുന്ന എവിടെ നിന്നാണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ ആൻഡ് ബിയിൽ നിന്നാണ് പറയുന്നത്.
ഇ ഡോട്ട് ലൈൻ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ആ ഒരു കൺക്ലൂഷനിൽ എത്തുന്നത്. അതാണ് നമ്മുടെ മാക്സ്വെൽസിന്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. അതിന് നേരത്തെ പറഞ്ഞ തന്നെ ഇന്റഗ്രൽ ഫോം ഉണ്ട്, ഡിഫറൻഷ്യൽ ഫോം ഉണ്ട്. ഇന്റഗ്രൽ ഫോം എന്ന് പറയുന്നത് ലൈൻ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0. ഇപ്പൊ ഇന്റഗ്രൽ ടേമിൽ വരുന്നതാണ് ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതാണ് ഇന്റഗ്രൽ ഫോം. ആൻഡ് നമ്മുടെ ഫൈനൽ കൺക്ലൂഷൻ ആണ് ഡെൽ ക്രോസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. സോ ലൈൻ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0 ആൻഡ് ഡെൽ ക്രോസ് ഈക്വൽ ടു 0. ഇതാണ് ഇന്റഗ്രൽ ആൻഡ് ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. ഇനി ഒരു ചെറിയൊരു പോയിന്റും കൂടെ ഉണ്ട്, നമുക്കിപ്പോൾ പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടുത്തെ മൈനസ് ഉണ്ട്. ബി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഡോട്ട് ഡി എൽ എന്ന് നമ്മൾ നേരത്തെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ബി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഡോട്ട് ഡി എൽ എന്ന് ഡിഫൈൻ ചെയ്ത് തൊട്ടുമുമ്പ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഡി ബി ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഡി എൽ എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും. ദെൻ ഈ ഡി എല്ലിന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോട്ടിഫൈ ചെയ്യാണ് മൈനസ് ഇ എക്സ് ഡി എക്സ് മൈനസ് ഇ വൈ ഡി വൈ മൈനസ് ഇ സെഡ് ഡി സെഡ്. ഇൻ ടേംസ് ഓഫ് എക്സ് വൈ സെഡ് കോർഡിനേറ്റിൽ ഞാൻ ഇ ഡോട്ട് ഡി എല്ലിനെ ഞാൻ ജസ്റ്റ് ഡിഫൈൻ ചെയ്യാണ്. സോ ഡി വി ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മൈനസ് ഇ എക്സ് ഡി എക്സ് മൈനസ് ഇ വൈ ഡി വൈ മൈനസ് ഇ സെഡ് ഡി സെഡ്. ദെൻ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡി വി ആണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അതിനെ കൂടെ ഞാൻ എക്സ്പാൻഡ് ചെയ്യുമ്പോഴേക്കും ഡോ വി ബൈ ഡോ എക്സ് ഡി എക്സ്, ഡോ വി ബൈ ഡോ വൈ ഡി വൈ, ഡോ വി ബൈ ഡോ ഇസ് ഡി എസ് എഡ് എന്നും കൂടെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡും കൂടെ ജസ്റ്റ് എഴുതുകയാണ്. ഇനി നമുക്ക് ആക്ച്വലി അറിയാം ഡി വി ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഡോട്ട് ഡി എൽ ആണ്. സോ എനിക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കുമല്ലോ. സോ ഞാൻ എഴുതുന്നു ഡോ വി ബൈ ഡോ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഇടാൻ നോട്ട് ചെയ്തിട്ടില്ല, മൈനസ് ഇ എക്സ് ഡോ വി ബൈ ഡോ വൈ ഡി വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഇ വൈ ഡോ വി ബൈ ഡോ ഇസഡ് ഡി ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഇസഡ്. സോ ഈ രണ്ട് കമ്പാരിസണിൽ നിന്ന് എനിക്ക് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. സോ ഫൈനൽ നമ്മുടെ ടേക്ക് എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി. ഡെൽ വി ഡോട്ട് അല്ല വി ആണ്. ദാറ്റ് മീൻസ് ഡെൽ വിയും ഡെൽ ഡോട്ട് വിയും രണ്ടാണ്. സോ ഇ ഈസ് ഈക്വൽ ടു ഡെൽ വി. ദാറ്റ് മീൻസ് ഗ്രേഡിയന്റ് ഓഫ് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് വി ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഇതൊരു പി എസ് സിക്ക് ചോദിച്ച ചോദ്യമായിരുന്നു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ ആൻഡ് ബി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓർത്ത് വെക്കുക, ഇ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഡെൽ പി. ഇത് പ്രോബ്ലമാറ്റിക് ആയിട്ടും തിയറട്ടിക്കലായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സോ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ബി എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഇ ആൻഡ് ബി തമ്മിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ബി എന്നൊക്കെ പറയാൻ സാധിക്കും. ഈ കുറച്ച് 2-3 ചോദ്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ്ലി പല എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ടഫ് ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് പി എസ് സി എക്സാംസ് ഒക്കെ വരിക. ജസ്റ്റ് ഇത് പ്രീവിയസ് ഇയർ ജസ്റ്റ് നോട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. വിച്ച് വൺ റെപ്രസെന്റ്സ് ദ മാക്സ്വെൽസ് ഫസ്റ്റ് ഇക്വേഷൻ ഇൻ ഇന്റഗ്രൽ ഫോം? നോക്കാം. ഇത് മാക്സ്വെൽസ് ഇക്വേഷൻ ആണ്. ഇങ്ങനൊരു സാധനം നമുക്കില്ല, ഇങ്ങനൊരു സാധനം നമുക്കില്ല, ഇങ്ങനൊരു സാധനം ഉണ്ട് അല്ലെ. പക്ഷെ എയും ഉണ്ട് ഡിയും ഉണ്ട്. പക്ഷെ ഈ റോ വി ഡെൽ ഡോട്ട് ഡി എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഫോം ആണ്. ചോദ്യത്തിൽ വന്നിരിക്കുന്നത് ഇന്റഗ്രൽ ഫോം ആണ്. സോ സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു വോളിയം ഇന്റഗ്രൽ റോ വി ഡി വി. സോ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ നോക്കുക, ഇക്വേഷൻ ഇൻ ഇന്റഗ്രൽ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡി വന്നിരുന്നത്. ഓക്കെ, വർക്ക് ഡൺ ബൈ ചാർജ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഇസ് കോൾഡ്. വർക്ക് ഡൺ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വർക്ക് ഡൺ പെർ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. കൺസർവേറ്റീവ് ആണ് നമ്മൾ പഠിച്ചല്ലോ. നമ്മൾ കൺസർവേറ്റീവ് ആണ്, ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടെങ്കിൽ അവിടെ 0 വർക്ക് ഡൺ എന്നൊക്കെ പറയുന്നുണ്ടായി അല്ലെ. അപ്പൊ ഏത് പാത്തിൽ കൂടി പോയാലും അതിന്റെ എഫക്ട് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. വളഞ്ഞു ചുറ്റിപ്പോയാലും ഒറ്റ കാര്യമുള്ളൂ, എയിൽ നിന്ന് ബിയിലേക്ക് പോകണം, ബിയിൽ നിന്ന് എയിലേക്ക് പോകണം. ഓക്കെ, സോ ആ ഒരു ഫ്ലെക്സിൽ കൂടി പോകുമ്പോൾ അത് ഇൻഡിപെൻഡന്റ് ഓഫ് അതിന്റെ പാത്തിന്റെ നേച്ചറിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇസ് ഡാഷ് ഇൻ നേച്ചർ. നേരത്തെ പറഞ്ഞാണ് ഏതാണ്? ഇറൊട്ടേഷണൽ. കാരണം എന്താ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഇറൊട്ടേഷണൽ അല്ലെങ്കിൽ കൺസർവേറ്റീവ് എന്ന് പറയാൻ സാധിക്കും. ഇറൊട്ടേഷണൽ ഇൻ നേച്ചർ. നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ഇസ് നോൺ ആസ് എന്താണ്? നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. നമ്മൾ ലാസ്റ്റ് പഠിച്ച കാര്യം ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ബി എന്നൊക്കെ പറയാൻ സാധിക്കും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ജസ്റ്റ് കുറച്ച് 3-4 ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ചോദ്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്.
ദെൻ നമ്മുടെ ഗോസ് ലോനെ അടിസ്ഥാനപ്പെടുത്തി ഈ പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചെറിയൊരു പോർഷനാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ കുളംസ് ലോ സ്റ്റാർട്ട് ചെയ്ത് ഗോസ് ലോ, ദെൻ അതിന്റെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻ, ദെൻ അതിന്റെ കപ്പാസിറ്റൻസിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാരടൈപ്പ് കപ്പാസിറ്റി, കപ്പാസിറ്റർ, അങ്ങനെ കുറച്ച് കപ്പാസിറ്ററിന്റെ കേസസ് വരുന്നുണ്ട്. അതിനുശേഷം നേരെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് പറയുകയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പക്കയായിട്ട് പഠിക്കുകയാണെങ്കിൽ അതിന്റെ നേരെ കോപ്പിയാണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. സെയിം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പക്കയായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വളരെ ഈസി ആയിട്ട് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് പഠിക്കാൻ സാധിക്കും. ഇവിടെ ഗോസ് ലോ എന്താണ് പറയുന്നത് അത് തന്നെയാണ് അവിടെ ആംപിയർ സർക്യൂട്ട് ലോ പറയുന്നത്. ഇവിടെ കുളംസ് ലോ എന്താണോ പറയുന്നത് അത് തന്നെയാണ് അപ്പുറം ബയോസവർട്സ് ലോ പറയുന്നത്. ഓക്കെ, സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് പഠിക്കുകയാണെങ്കിൽ അതിന്റെ കോപ്പി നേരെ കോപ്പി ചെയ്ത് ഇത്ര പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ബയോസവർട്സ് ലോ പഠിക്കാനുണ്ട്, ആംപിയർ സർക്യൂട്ട് ലോ പഠിക്കാനുണ്ട്, ദെൻ ഇൻഡക്ടൻസിനെ പറ്റി പഠിക്കേണ്ട, ബേസിക് മാഗ്നറ്റിക് സർക്യൂട്ട്സിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇത്രയാണ് മാഗ്നറ്റിക് ഫീൽഡ് തിയറിയിൽ നമുക്ക് പഠിക്കാൻ വരുന്നത്. അതായത് മോഡ്യൂൾ ഫസ്റ്റിലെ സെക്കൻഡ് പോർഷനിൽ പഠിക്കാൻ വരുന്നത്. സെക്കൻഡ് പോർഷനിൽ ഇലക്ട്രിക് സർക്യൂട്ട്സ് ആണ് വരുന്നത്. അതിനകത്ത് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള മെഷ് അനാലിസിസ്, നോഡൽ അനാലിസിസ്, KVL, KCL, ദെൻ ടു പോർട്ട് നെറ്റ്വർക്ക്, ദെൻ സൂപ്പർ പൊസിഷൻ തിയറം, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, ബേസിക്കലി ഇതൊക്കെ ഇലക്ട്രിക്കലിന്റെ അസ്റ്റംപോസറിന്റെ സിലബസ് ആണ് ഇതിനകത്ത് മൊത്തം കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇലക്ട്രിക്കൽ മെഷീൻസ് വരും, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, DC മെഷീൻസ്, AC മെഷീൻസ്, ദെൻ പവർ സിസ്റ്റം. ഇലക്ട്രിക്കൽ സിസ്റ്റം ആണ് കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താണോ ആവും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക് ആയിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നതാണ്. നമ്മുടെ ക്ലാസ്സസ് ഒക്കെ പ്രോപ്പർ സ്പെസിഫിക് ആയിട്ട് പഠിക്കുമ്പോഴേക്കും കുറച്ചുകൂടി ഇൻ ഡെപ്തിൽ ഓരോ കാര്യങ്ങളും തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.